നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിമുടി ശൈലി മാറ്റത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവർത്തന ശൈലിയിലും പൊതുപ്രതികരണങ്ങളിലും സമീപനം മാറ്റും, മാധ്യമ ഇടപെടൽ സജീവമാക്കും. വികസന നേട്ടത്തിനൊപ്പം മന്ത്രിമാർ രാഷ്ട്രീയവും പറയണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും വികസനം ജനങ്ങളിലെത്തിക്കാൻ ശ്രദ്ധ വേണമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. 110 സീറ്റ് മിഷൻ 110 അതാണ് സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെട്ട് തീരുമാനമായ കാര്യം. മന്ത്രിമാർ 5 വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളെ അറിയിക്കണം. വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വികസനം പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്നു, ക്ഷേമ പ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു. മിഷൻ 110 എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, 100 സീറ്റ് എന്നുള്ളത് UDFന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അപ്പോൾ 110 എന്നതിലേക്ക് LDF കടക്കുകയാണ്. അതിനുള്ള നീക്കങ്ങൾ എങ്ങനെയാകണം, ആ രൂപരേഖ അത് തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ശൈലി മാറ്റം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ചില ശൈലി മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്താനിരിക്കുകയാണ്. ശൈലി മാറിയ മുഖ്യമന്ത്രിയൊക്കെയാണോ നമ്മൾ കാണാൻ പോകുന്നത്? എന്തായാലും ഒരു ശൈലിമാറ്റത്തിന്റെ പ്രതീതികൾ കഴിഞ്ഞ കുറച്ച് വാർത്താ സമ്മേളനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്തായാലും കൂടുതൽ സൗഹാർദ്ദപരമായ വിഷയങ്ങളിൽ ഇടപെടുകയും പൊതുവിഷയങ്ങളിലും ഒപ്പം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലുമെല്ലാം ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയും മാധ്യമങ്ങളോട് സംവദിച്ചുമെല്ലാം മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റുക എന്നുള്ള അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാരിനെതിരെ സർക്കാർ വിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം നിലവിലില്ല എന്നാണ് ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായി വിലയിരുത്തിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി അത് ചിലപ്പോൾ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അതിന് തൊട്ട് പിന്നാലെ ഇന്നലെ ഏകദേശം 3.5 മണിക്കൂറുണ്ടായിരുന്നു പ്രത്യേക മന്ത്രിസഭാ യോഗം. അതിനുശേഷം മിഷൻ 110 എന്നുള്ള കാര്യവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന് പ്രധാനമായി ഒരു അജണ്ട നിശ്ചയിച്ച് 50 ദിവസത്തെ പ്രചാരണ പരിപാടികൾ നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നില്ല എന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. അത് PRDയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ബലവത്താകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ പ്രൊഫഷണലുകളെ ഉപയോഗിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശൈലി മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒപ്പം സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടം എണ്ണി പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സൗഹാർദ്ദപരമായും പ്രചാരണപരമായും കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. നേരിയ വോട്ടിന്, അതായത് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്, ഒപ്പം നേരിയ വോട്ടിന് CPM അടക്കം പിന്നോട്ട് പോയ മണ്ഡലങ്ങളുണ്ട്. ഇവിടെയെല്ലാം പ്രത്യേകം കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകൾക്കും നേരത്തെ തന്നെ ചില മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ അവലോകന യോഗങ്ങൾ ചേർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതികളുമായി മുന്നോട്ട് പോകണം. സർക്കാരിൻ്റെ ചില പദ്ധതികൾ ചില പ്രദേശങ്ങളിൽ ഏർപ്പാടാക്കുന്നതിന് അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ചില പ്രദേശവാസികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണണം എന്നുള്ള നിർദ്ദേശവും എല്ലാം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. ആ ശൈലി മാറ്റത്തിന്റെ സൂചനകൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അനുജ, അതാണ് ഇപ്പോൾ ഇതിൽ നമുക്കറിയാം ഉമേഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ വിലയിരുത്തൽ വന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ അതിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ എന്തൊക്കെയാണ് വികസന നേട്ടങ്ങൾ എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് അത് പാർട്ടി അതിൽ ഒരു കൃത്യമായി നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതിന് പുതുപുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇനി ഒരവസരവും പാഴാക്കാതെ എങ്ങനെയാണ് ആ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നതിലൂന്നിയുള്ള പ്രചാരണം അതാകും നമ്മൾ കാണാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും ഇനി 50 ദിവസത്തെ കൃത്യമായ പ്ലാനിങ് ഇപ്പോൾ തന്നെ സർക്കാരിന്റെ പക്കലുണ്ട്. സർക്കാർ കൃത്യമായി മന്ത്രിസഭാ ഉപസമിതിയെ പ്രചാരണത്തിന് വേണ്ടി മാത്രം നിയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് പ്രചാരണ പ്രവർത്തനങ്ങൾ സർക്കാർ ഇതുവരെ നടപ്പാക്കിയ വികസന പദ്ധതികളുടെയും വികസന നേട്ടങ്ങളുടെയും പ്രചാരണത്തിന് വേണ്ടി മാത്രം ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാകും. ആ ഉപസമിതിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അതിന് PRDയുടെ സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. PRDയുടെ സംവിധാനങ്ങൾക്ക് പുറമെ പ്രൊഫഷണൽ സംവിധാനങ്ങൾ ഈ സർക്കാരിന് പുറത്തുള്ള
ഏജൻസികളുടെ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണ സംവിധാനങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ പറയുന്നത് പോലെ ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ കൂട്ടാൻ തീരുമാനിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. ഒപ്പം വീട്ടമ്മമാരുടെ പെൻഷൻ, യുവാക്കളുടെയും യുവതിയുവാക്കളുടെയും തൊഴിൽരഹിതർക്കുള്ള പെൻഷൻ ഇവയെല്ലാം നടപ്പാക്കിയെങ്കിലും അത് ഗുണഭോക്താക്കൾ കൃത്യമായി ബോധ്യപ്പെടുത്തി ഗുണഭോക്താക്കൾക്ക് വേണ്ടി അത് സർക്കാർ നോട്ടാക്കി മാറ്റുക, സർക്കാരിന് അനുകൂലമായ വികാരമാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയ, അത്തരമൊരു പ്രവർത്തനം നടന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ സർക്കാർ വിരുദ്ധ വികാരമില്ല എന്നും വിലയിരുത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഏതെങ്കിലും രീതിയിലുള്ള ശൈലി മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ശൈലി മാറ്റം അത് ഇനി 50 ദിവസമേ ഉള്ളൂ. ആ 50 ദിവസം കൊണ്ട് തന്നെ മുഖച്ഛായ കൂടുതൽ ശക്തമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഒരു പ്രതിച്ഛായയിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ ഉപസമിതി ആരൊക്കെയാണെന്ന് ഉടൻ തീരുമാനം ഉണ്ടാകും. അവർ തന്നെയായിരിക്കും ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകാൻ പോകുന്നത്. അനുജ, അതാണ് വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് LDF കടക്കുകയാണ്. അത് ഏത് രീതിയിലാകണം എന്നതിൻ്റെയൊക്കെ ഒരു രൂപരേഖ തയ്യാറായിട്ടുണ്ട്. AI സാങ്കേതികവിദ്യ, സോഷ്യൽ മീഡിയ, ഒപ്പം തന്നെ മന്ത്രിസഭാ ഉപസമിതി, അവർ വികസനം പറയുന്നു, മന്ത്രിമാർ ഒപ്പം തന്നെ രാഷ്ട്രീയവും പറയണം. ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.